أعوذ بالله من الشيطان الرجيم وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون أم اتخذوا آلهة من الأرض هم ينشرون لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون لا يسأل عما يفعل وهم يسألون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ സൂറത്തുൽ അംബിയായിൽ 20 വരെയാണ് നമ്മൾ എടുത്തത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന 21 മുതൽ 23 വരെയുള്ള ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും മലക്കുകളുമായി ബന്ധപ്പെട്ട ഭാഗമായിരുന്നു എടുത്തത്. നമ്മൾ 19, 20 വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്, അവനുള്ളതാണ്. വമൻ ഇൻദഹു, അവിടെയാണ് നമ്മൾ വിശദീകരണം പറഞ്ഞത്. വമൻ ഇൻദഹു എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിന്റെ മലായിക്കത്തുകളാണ്. ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി, അവനെ ഇബാദത്ത് എടുക്കുന്നതിൽ അവര് അഹങ്കരിക്കുകയില്ല. വലാ യസ്തഹ്സിറൂൻ, അവരെന്ത് ചെയ്യൂല, ക്ഷീണിക്കുകയുമില്ല. ആ വിഷയത്തിൽ അവർക്ക് ഒരു ക്ഷീണമോ മടുപ്പോ ഒന്നും അവർക്കെന്തില്ല, അനുഭവപ്പെടുകയില്ല. അതേപോലെ മലക്കുകളുടെ പ്രത്യേകതയും അവിടെ നമ്മൾ പറഞ്ഞു. യുസബ്ബിഹൂനൽ ലൈല, അവർ വന്നഹാർ, രാവും പകലും അവർ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. ലാ യഫ്തുറൂൻ, അവർക്ക് തളർച്ച ബാധിക്കുന്നില്ല, തളരുന്നില്ല, അവർ കുഴങ്ങുന്നില്ല. ഈ ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷെ അതിന് ശേഷമുള്ള ഭാഗമാണ് നമുക്ക് ഇന്ന് പുതിയതായിട്ട് എടുക്കാനുള്ളത്. അപ്പൊ അതിന്റെ മുമ്പ് ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിലെ 804. അൻ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഹദീസ് നിവേദനം ചെയ്യുന്നത് അബൂ ഉമാമയാണ്. അബൂ ഉമാമ പറയാണ്, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ പാരായണം ചെയ്യുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഖിയാമത്ത് നാളിൽ തീർച്ചയായും ഖുർആൻ ശഫാഅത്തായി, ശുപാർശകനായി വരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു. അപ്പൊ ഇവിടെ ഖുർആൻ പാരായണം, നമുക്ക് ഖുർആനുമായുള്ള നമ്മുടെ ഒരുപാട് ബാധ്യതകളിൽ അതിന്റെ വ്യത്യസ്ത തലങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഖുർആനിന്റെ പാരായണം എന്നത്. നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുന്നില്ല. ആർക്കും ഖുർആൻ എന്ത് ചെയ്യാം, അത് ഓതി പഠിക്കുന്ന ആളുകൾക്ക് അത് പാരായണം ചെയ്യുന്നതിലൂടെ വലിയ പ്രതിഫലമാണ്. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിരുന്നു. ഇതിലേറ്റവും പ്രധാനം, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഖുർആൻ ശഫാഅത്ത് പറയും എന്നാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ റെക്കമെൻഡ് നമുക്ക് വേണ്ടി പറയുന്നത് ഖുർആനിന്റെ ആളുകൾക്ക് വേണ്ടി. ഖുർആൻ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അപ്പൊ ഖുർആന്റെ ശഫാഅത്ത് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നിരന്തരം ഖുർആൻ ഓതുന്നവരാകണം. പൊതുവെ ആളുകൾ ഇപ്പൊ റമളാനൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അപ്പൊ റമളാന്റെ അവസാനത്തിൽ പൊതുവെ ഒരു ബഹുഭൂരിപക്ഷത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റമളാൻ കഴിഞ്ഞാൽ അവിടെ ഒരു വക്കലാണ്, പിന്നെ അടുത്ത റമളാനാണ്. ഖുർആൻ റമളാനിൽ മാത്രം ഓതാനുള്ള, അപ്പൊ അപ്പൊരു ഖത്തൊക്കെ തീർക്കും, കുറച്ച് വേഗതയിൽ ഓതും. പക്ഷെ റമളാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു മാസങ്ങൾ നമ്മളൊന്ന്
ഒന്ന് ഇവാലുവേഷൻ ചെയ്താൽ നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസവും എന്ത് ചെയ്യണം? കൃത്യമായൊരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഒരു സുബൈക്ക് ശേഷമെന്നോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമെന്നോ. ഇപ്പൊ നമുക്ക് സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഖുർആൻ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആപ്ലിക്കേഷനും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മൊബൈലിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പാരായണം ചെയ്യാം. അപ്പൊ ഇന്നലെ അൽ കഹ്ഫ് സൂറത്ത് പ്രത്യേകം പാരായണം ചെയ്യൽ സുന്നത്തായി പഠിപ്പിച്ചതാണ്. അല്ലാ അലഹു മിൻ നൂരിൻ മാ ബൈനൽ ജുമാഅത്തൈൻ, 2 ജുമകൾക്കിടയിൽ ഒരു വലിയ പ്രകാശത്തെ അള്ളാഹു അവന് നൽകുന്നതാണ്. അൽ കഹ്ഫ് സൂറത്ത് വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ. അപ്പൊ ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിറിലെ 29 പറഞ്ഞത് നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാ, അള്ളാന്റെ കിതാബ് പാരായണം ചെയ്യാന്നുള്ളത് എന്താണ്? അതിന്റെ ആയത്തിന്റെ അവസാനം ഇതാണ്, തിജാറത്തൻ ലൻ തബൂർ, നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹർഫിന് നമുക്ക് 10 അള്ളാന്റെ അടുക്കൽ 1-ന് 1 1-ന് 10. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിന്റെ ആശയം എന്ന് പറഞ്ഞാൽ അലിഫ് ലാം മീം ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ഇപ്പൊ ഒരു ചെറിയ ആയത്താണ്, ഒറ്റ ആയത്താണ് അലിഫ് ലാം മീം. അതിൽ ഓതുന്നതോടുകൂടി ഒരാൾക്ക് എത്രയാണ് കൂലി കിട്ടുന്നത്? 30 കൂലി. അപ്പൊ നമ്മൾ വെറുതെ ഒരു വരി ഇങ്ങനെ എടുത്ത് നോക്കുക, അതിലൊരു ഏവറേജ് എത്ര അക്ഷരങ്ങൾ ഉണ്ടാകുന്ന എടുത്ത് നോക്കുക, എന്നിട്ട് അതിന്റെ കാൽക്കുലേറ്റർ എടുത്ത് × 10 നമ്മളൊന്ന് ഗുണിച്ചു നോക്കുക, എത്രയാണ് അതിന്റെ കൂലി? ഒരു പേജിൽ ഏകദേശം ഒരു 15 ലൈൻസ് ഉണ്ടാകും, ഒരു വരികൾ ഉണ്ടാകും. അത് ടോട്ടൽ അക്ഷരങ്ങളാക്കി നമ്മൾ 10 കൊണ്ട് ഗുണിച്ചു നോക്കി എത്രയാണ് നമുക്ക് ഒരു പേജ് ഓതുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് നന്മയായിട്ട് വരുന്നത്. ഈ നന്മകളാണ് നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ഓരോ ദിവസവും ഖുർആന്റെ പാരായണത്തിൽ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മളെടുത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ചരിത്രത്തിൽ വായിക്കുന്ന ഒരു കാര്യം, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മരണം വരെ ഖുർആൻ ഓതാത്തൊരു ദിവസം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിനം പോലും ഖുർആൻ പാരായണം ചെയ്യാതെ കലണ്ടറിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? പോയിട്ടില്ല. നമ്മൾ എത്ര ദിവസം അങ്ങനെ പോയി ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മുടെ പാരായണത്തിൽ, അതാണ് ഈ ഹദീസ് നമ്മളെ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പക്ഷെ നമുക്ക് ആയത്തുകൾ എന്ത് ചെയ്യാം? ഒന്ന് ഓതി നോക്കാം. നമ്മൾ കഴിഞ്ഞ ഭാഗത്തെടുത്ത ആയത്ത് കൂടി ചേർത്ത് നമുക്ക് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون أم اتخذوا آلهة من الأرض هم ينشرون لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون لا يسأل عما يفعل وهم يسألون. നമുക്ക് ഓതി നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത 2 ആയത്ത് കൂടി ഒന്ന് ജസ്റ്റ് ഓതി നോക്കിയിട്ട് നമുക്ക് പുതിയ ഭാഗത്തേക്ക് പോകാം. وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون أم اتخذوا آلهة من الأرض هم ينشرون أم اتخذوا آلهة من الأرض هم ينشرون. അവിടെ അമിത്തഖദൂ, അവിടെ നമുക്ക് എന്താണ് നിയമം? നമ്മൾ ആവർത്തിച്ച് വരുന്ന ഒരു നിയമമാണ് മദ്ദുമായി ബന്ധപ്പെട്ടല്ലേ. മദ് എന്താണ്? മദ് മുൻഫസിലാണ്. അവിടെ എന്ത് ചെയ്തു? ഇത്തഖദൂ, ഹംസക്ക് മുമ്പ് അവിടെ മദ്ദിന്റെ അക്ഷരമായ വാവ് വന്നു. അപ്പൊ അവിടെ അമിത്തഖദൂ അല്ലെ. അവിടെ ആലിഹത്തം മിനൽ അർളി, അവിടുത്തെ നിയമം എന്താ? അവിടെ തെൻവീനിന് നമ്മൾ എന്ത് ചെയ്യണ്ട? തെൻവീനിന് ശേഷം അവിടെ മീമ് വന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആലിഹത്തൻ എന്നോതുണ്ടല്ലോ. ആലിഹത്തൻ മിനൽ അർളി എല്ലാം ഓത്. പിന്നെ
ഇദ്ഗാം ബി ഗുന്നയാണ് അവിടുത്തെ നിയമം. അതായത് നമ്മൾ തൊട്ടടുത്ത അക്ഷരത്തിലേക്ക് അതിനെ ലയിപ്പിക്കുകയാണ്. ഇപ്പൊ ആലിഹത്തൻ മിന്നല്ല, പിന്നെ ആലിഹത്തം മിനൽ അർളി അല്ലെ, ആലിഹത്തം മിനൽ അർളി. ഇദ്ഗാം ബി ഗുന്നയാണ്, മണിക്കണം, കൂട്ടിലയിപ്പിച്ച് അതിനെ മണിക്കേണ്ടതുണ്ട്. അപ്പോ അമിത്തഖദൂ ആലിഹതം മിനൽ അർളി ഹും യുൻശിറൂൻ. ഹും അതിന് ആ മീമു സാക്കിനക്ക് ശരിക്കും ഇൽഹാർ ഷഫവി എന്നാണ് അതിന് പറയാ. ഷഫവി എന്ന് പറയുന്നത് ശരിക്ക് ചുണ്ടുകൾ കൊണ്ട് മീമിനെ ഉച്ചരിക്കുന്നുണ്ടാണ്. നമ്മൾ മ എന്ന് പറയുമ്പോൾ 2 ചുണ്ടുകളാണ് അതിൽ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇൽഹാർ ഷഫവി, നമ്മൾ ഇൽഹാർ പഠിച്ചല്ലോ നൂനു സാക്കിനയിൽ, വെളിവാക്കുക. അപ്പൊ അവിടെ ഇൽഹാർ എന്ന് മാത്രം പറയുമ്പോൾ അത് നൂനു സാക്കിനന്റെ ഒരു നിയമമാണ്. ഇവിടെ മീമു സാക്കിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാ, അതിന്റെ നിയമങ്ങൾ ചേർത്ത് പറയുമ്പോൾ ഷഫവി എന്ന് പറയാം. അപ്പൊ ഇൽഹാർ ഷഫവി, അവിടെ മീമ് എന്ത് ചെയ്യണം, പ്രകടമാകണം. അപ്പൊ ഹും യുൻശിറൂൻ, അവിടുത്തെ നൂൻ എന്താണ്, നൂന് സുക്കൂനില്ല അല്ലെ, അവിടെ പിന്നെ നൂനു സാക്കിനൊക്കെ ശേഷം ഷീന് വന്നു. അപ്പൊ അവിടെ എങ്ങനെ ഓതുന്നത്, നമ്മള് ഇഖ്ഫാ ചെയ്തുകൊണ്ടാണ് ഓതുന്നത്, അവ്യക്തമായി. അത് നൂനിന്റെ സുക്കൂന് പ്രകടമാക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓതുന്നത്. അപ്പൊ ഹും യുൻശിറൂൻ. ഒന്നുകൂടി ആയത്ത് നോക്കിയേ. അമിത്തഖദൂ ആലിഹതം മിനൽ അർളി ഹും യുൻശിറൂൻ ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. അവിടെയും ലൗ കാന ഫീഹിമാ, അവിടെയും എന്താണ്, മദ് മുൻഫസിലാണ്. അവിടെ എന്ത് ചെയ്തു, മദ്ദിന്റെ അക്ഷരമായ അലിഫ് അല്ലെ, അവിടെ അലിഫാണ് മദ്ദിന്റെ അക്ഷരം. ഫീഹിമാ, അവിടെ മദ്ദിന്റെ ചിഹ്നവും നമുക്ക് കാണാം. ഹംസക്ക് മുമ്പായിട്ട് അവിടെ വന്നു. അപ്പൊ എത്ര ഹർക്കത്തിന്റെ അളവിൽ, 4-5 ഹർക്കത്തിന്റെ അളവിൽ. ഇത് അനുവദനീയാണ്. പക്ഷെ നമ്മൾ മദ് മുത്തസിൽ പറഞ്ഞ അങ്ങനെ ഒരേ പദത്തിൽ തന്നെ മദ്ദിന്റെ അക്ഷരവും ഹംസവും വരിക. അവിടെ തജ്വീദിന്റെ പണ്ഡിതന്മാര് പറയുന്നത് വാജിബാണ് എന്നാണ്. അവിടെ 4-5 ഹർക്കത്തിന്റെ അളവിൽ നീട്ടണം. ഇപ്പൊ ഇതാ ജാ ജാ, അവിടെ ജായിൽ തന്നെ എന്ത് വന്നു, മദ്ദിന്റെ അക്ഷരവും വന്നു ഹംസയും വന്നു. അവിടെ അത് നീട്ടൽ വാജിബാണ് എന്നാണ് അതിന്റെ ഹുക്മ് പറയുമ്പോൾ പണ്ഡിതന്മാർ. ഇവിടെ എന്താണ്, അത് അനുവദനീയമാണ് എന്ന അർത്ഥത്തിലാണത് പറയാറുള്ളത്. അപ്പോ ഇവിടെ ആലിഹത്തുൻ ഇല്ലല്ലാ, അവിടെ ആലിഹത്തുൻ എന്ന് തന്നെ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. കാരണം അവിടെ തെൻവീന് ശേഷം അവിടെ എന്ത് ചെയ്തു, ഹംസ വന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ഫസുബ് ബ് ഏതിൽപ്പെട്ടതാണ്, ബായിന് അവിടെ സുക്കൂന് വന്നു അല്ലെ. അപ്പൊ ഏതിൽപ്പെട്ടതാണ്, അതില് ഹുറൂഫുൽ കൽക്കലയിൽപ്പെട്ടതാണ്, ഖുതുബ് ജദ് അല്ലെ. ഈ അക്ഷരങ്ങൾ 5 അക്ഷരങ്ങൾക്ക് സുക്കൂന് നൽകപ്പെടുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി ക്ലിയർ ആയി ശരിക്കും അങ്ങോട്ട് ഓതണം. അപ്പൊ ജസ്റ്റ് ഓതിപ്പോയ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. അപ്പൊ ബ് എന്നുള്ളത് എന്ത് ചെയ്യണം, സുബ് ബ് കൽക്കലയിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ഓതണം. അതേപോലെ തന്നെ നമുക്ക് അല്ലാഹു എന്നത് നമുക്കറിയാം, ലാമ് എന്ന് പറയുന്ന അക്ഷരം പൊതുവിൽ അതിനെ തർക്കീഖ് ചെയ്തിട്ടാണ് ഉച്ചരിക്കുക, ലാമ്. പക്ഷെ അല്ലാഹു എന്നുള്ളതിൽ അതിനെ ലഫ്ലുൽ ജലാല എന്നാണ് പറയുക. അല്ലാഹു എന്ന് വരുമ്പോ നമ്മൾ അതിന്റെ മുമ്പ് ഫത്തഹ് അതേപോലെ ലൊമ്മ് വരുമ്പോ എങ്ങനെ കനപ്പിച്ചോദണത്, കനപ്പിച്ചോദ സുബ്ഹാനല്ലാഹി എന്നോദണം. അതിന് തഫ്ഖീം എന്നാണ് തജ്വീദിന്റെ ഭാഷയിൽ പറയാ. എന്നാൽ പിന്നെ ഒരു സന്ദർഭത്തിൽ അതിനെ അല്ലാഹു എന്നുള്ളതിലും ഈ ലഫ്ലുൽ ജലാല വരുമ്പോ ലാമിനെ തർക്കീഖ് ചെയ്തിട്ട് ഓതുന്നുണ്ട്. ലാഹി എന്ന് പറയുന്നില്ല നമ്മൾ. എപ്പോഴാണത്, അല്ലാഹു എന്നതിന് മുമ്പിൽ ഒരു അക്ഷരത്തിന് എന്ത് വരിക, തൊട്ടുമുമ്പിൽ അക്ഷരത്തിന് കെസ്ർ വരിക. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലാഹു എന്നുള്ളത് ലാഹി എന്ന് വരുന്നത്. ഉദാഹരണത്തിന് ബിസ്മില്ലാഹി അല്ലെ, ബിസ്മില്ലാഹി എന്നല്ലല്ലോ, ബിസ്മില്ലാഹി മീമിന് എന്താണ്, കെസ്റാണ്. ലില്ലാഹി അല്ലെ, ലില്ലാഹി എന്നല്ലല്ലോ, ലില്ലാഹി, കാരണം ലാമിന് കെസ്റാണ്. അപ്പൊ അവിടെയാണ് തർക്കീഖ്, ഇവിടെ കനപ്പിച്ചിട്ടാണ് പിന്നെ ഓതേണ്ടത്. അവിടെ ഈ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ ലാ യുസ്അലു അമ്മാ യഫ്അലു
വഹും യുസ്അലൂൻ. നമുക്ക് ആ മൂന്നായത്ത് ഒന്നുകൂടി എന്ത് ചെയ്യാം, ഓതി നോക്കാം. അമിത്തഖദൂ ആലിഹതം മിനൽ അർദി ഹും യുൻശിറൂൻ ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ഇവിടെ നമുക്ക് ആയത്തിലേക്ക് പോകാം. അമിത്തഖദു 21-ാമത്തെ ആയത്ത്. അമിത്തഖദു അതല്ല, ഇത്തഖദ എന്ന് പറഞ്ഞാല് സ്വീകരിച്ചു, ഉണ്ടാക്കി എന്നൊക്കെയാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ അംബിയായിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അല്ല ലഹുവിനെ സ്വീകരിക്കുമായിരുന്നു പറഞ്ഞില്ലേ, ലത്തഖദ്നാഹു മില്ലദുന്ന, നമ്മുടെ പക്കൽ നിന്ന് തന്നെ നമ്മൾ ലഹുവിനെ സ്വീകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇത്തഖദൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്തഖദൂ അവർ സ്വീകരിച്ചു. അപ്പൊ ഇവിടെ അമിത്തഖദു അതല്ല, ഇത്തഖദു അവർ സ്വീകരിച്ചിരിക്കുകയാണോ? അപ്പൊ അതല്ല, അവർ സ്വീകരിച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയിരിക്കുകയാണോ? എന്ത്? ആലിഹത്തൻ, ദൈവങ്ങളെ, ഇലാഹുമാരെ, ആരാധ്യന്മാരെ, മിനൽ അർദി ഭൂമിയിൽ നിന്ന്. അപ്പം ഭൂമിയിൽ നിന്ന് അവർ ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുകയാണോ? ഹും അവരാകട്ടെ യുൻശിറൂൻ നശ്ർ ചെയ്യപ്പെടുന്നവരാണ്. നശ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനർജീവിപ്പിക്കപ്പെടുക. അപ്പൊ ഇവിടെ യുൻശിറൂൻ എന്ന പദമാണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നത്. യുൻശിറൂൻ എന്ന് പറഞ്ഞാല് യുൻശിറൂൻ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു എന്നല്ല, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. ആരാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്? അള്ളാഹുവിന് പുറമെ ഇവർ ആരാധ്യന്മാരായി സ്വീകരിച്ച ആളുകൾ അവർ തന്നെ എന്താണ്? ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ്. അവരെന്ത് ചെയ്യൂല? ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരല്ല, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ്. അതാണ് അമിത്തഖദു. അതല്ല, അഥവാ ഇത്തഖദു അവർ സ്വീകരിച്ചിരിക്കുകയാണോ? ആലിഹത്തൻ ദൈവങ്ങളെ, ആരാധ്യന്മാരെ, മിനൽ അർദി ഭൂമിയിൽ നിന്ന്. ഹും അവരാകട്ടെ യുൻശിറൂൻ അവർ പുനർജീവിപ്പിക്കപ്പെടുന്നവരാണ്, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ്. അപ്പൊ അതിന്റെ പൂർണ്ണമായ അർത്ഥം നോക്കി. അതല്ല, അവർ ഭൂമിയിൽ നിന്നു തന്നെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ള വല്ല ദൈവങ്ങളെയും സ്വീകരിച്ചിരിക്കുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് പുറമെ ഇലാഹിനെ സ്വീകരിച്ച ആളുകളെ ആരാധ്യന്മാരെ, ദുആ ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹ്ക്ക് പുറമെ സ്വീകരിച്ച ആളുകളോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ സൃഷ്ടാവിന് മാത്രമുള്ള കഴിവാണ് എന്ത്? പുനർജീവിപ്പിക്കുക എന്ന കാര്യം, നശ്ർ നടത്തുക എന്ന കാര്യം അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്. ഒരാൾ മരണപ്പെട്ടാൽ ആ മരിച്ചവരൊക്കെ ഖബറുകളിൽ നിന്ന് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമുള്ള കാര്യമാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, ഇത് ഇവർക്ക് സാധിക്കുമോ? എന്ത്? അള്ളാഹുവിന് പുറമെ ഇവർ ഇലാഹുമാരായി സ്വീകരിച്ച ആളുകൾക്ക് സാധിക്കോ എന്ന് അള്ളാഹു അവരോട് ചോദിക്കാണ്. ഇപ്പൊ എന്നാലും മുസ്ലിം സമൂഹത്തിൽ ഖുർആനിന് പുറമെ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ പലരും ചൊല്ലിപ്പാടുന്ന മാല മൗലീദ് കിതാബുകളിൽ എന്തുണ്ട്? അല്ലല്ലാത്ത കുറെ ആളുകള് മരിച്ചോരെ എഴുന്നേൽപ്പിച്ചതും ഉയർത്തെഴുന്നേൽപ്പിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറെ കെട്ടുകഥകൾ, കാലകീലകളൊക്കെ ഉണ്ട്. പക്ഷെ ഖുർആനിലും ഹദീസിലും എന്തില്ല. എന്ന് ഇനി അള്ളാഹു ഒരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുഅ്ജിസത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു നൽകി എന്നല്ലാതെ ഇത്തരം കഥകൾ നമുക്ക് ഖുർആനിൽ കഴിയില്ല. അപ്പൊ ഖുർആനിൽ കാണാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, പുനർജീവിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഇലാഹാവണമെങ്കിൽ പ്രധാനമായിട്ടുള്ള ചില ക്വാളിറ്റികളിൽ ഒരു ക്വാളിറ്റിയാണ് എന്ത്? ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന കാര്യം. ഇപ്പൊ കുറെ കാര്യങ്ങൾ വേണം. ഇലാഹാകണമെങ്കിൽ കുറെ ക്വാളിറ്റികൾ പറയുന്നുണ്ട്. അവിടെ ഇലാഹാകണം, സൃഷ്ടിപ്പുണ്ടാവണം, തദ്ബീർ ഉണ്ടാവണം, നിയന്ത്രണം ഉണ്ടാകണം, ഇഖാബ് ശിക്ഷ ഇതിന് അവകാശം ഉണ്ടായിരിക്കണം,
രക്ഷാശിക്ഷകൾക്ക് അവകാശം ഉണ്ടായിരിക്കണം. ഈ എല്ലാ നിലക്കും ഖൽഖും തദ്ബീറും ഇഖാബും രക്ഷയും ഒക്കെ ആരുടെ നിയന്ത്രണത്തിലാണോ അങ്ങനെയുള്ളവന് മാത്രമേ എന്താകാൻ പാടുള്ളൂ, ഇലാഹാകാൻ കൊള്ളുകയുള്ളൂ എന്നാണ്. അങ്ങനെയുള്ളവൻ ആര് മാത്രാണ്? അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമാണ്. അള്ളാഹു അല്ലാതെ വേറൊരാളുമില്ല, അല്ലാഹ് മാത്രമാണ്. എന്നാൽ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ധാരാളം ആരാധ്യന്മാർ, അവരെല്ലാം സൃഷ്ടികൾ മാത്രമാണ്. അവർ പുനർജീവിപ്പിക്കപ്പെടുന്നവരാണ്. അള്ളാഹു അവരെ എല്ലാം എഴുന്നേൽപ്പിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിലെ 3-ാമത്തെ ആയത്ത്. നമ്മൾ ചില ഒറ്റപ്പെട്ട ആളുകൾ ഇങ്ങനെ എഴുതിയെടുക്കുന്നുണ്ട്, പക്ഷെ കൂടുതൽ ആളുകളും ഒരു വായത കേട്ട് പോകുകയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലൊക്കെ അതിനൊരു ആയത്തുകൾ പറയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് വരുന്ന ഒരു ആയത്ത് സൂറത്തുൽ ഫുർഖാനിലെ 3-ാമത്തെ ആയത്ത്, ഇതിന് സമാനമായ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ. രണ്ട് കാര്യം നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമുക്ക് ഈ പഠിക്കണ ഒരു 2-3 ആയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരാഴ്ച എടുക്കുന്നുള്ളൂ. ആ ആയത്തുകൾ നമുക്കൊന്ന് മനപ്പാഠമാക്കാൻ ശ്രമിച്ചാൽ ഒരാഴ്ച ഉണ്ടല്ലോ, ഒരാഴ്ച മനപ്പാടാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഈ വർഷം ഒരു ഫെബ്രുവരിയോ മാർച്ചൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, സൂറത്തുൽ അംബിയായിലെ ആയത്തുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ട് ഹിഫ്ളാക്കാൻ പറ്റും. രണ്ടാമത്തെ, നമ്മൾ എടുക്കുന്ന ഭാഗം വളരെ കുറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അതൊന്നും എവിടെയെങ്കിലും ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് മറച്ചു നോക്കാൻ നമുക്ക് പിന്നീട് നമുക്ക് ഉപകരിക്കും. ഇവിടെ സൂറത്ത് ഫുർഖാനിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, വത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ, അവനു പുറമെ പല ദൈവങ്ങളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവർ ഒന്നിനെയും, ആ ദൈവങ്ങൾ യാതൊന്നും അവർ സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. വലാ യംലികൂന ലിഅൻഫുസിഹിം ദർറൻ വലാ നഫഅ, അവർ തന്നെയും അവർ തങ്ങൾക്കു തന്നെ ഉപദ്രവമോ ഉപകാരമോ അവർ അധീനപ്പെടുത്തുന്നില്ല. വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ, മരണത്തെയോ ജീവിതത്തെയോ ഉയർത്തെഴുന്നേൽപ്പിനെയോ അവർ അധീനപ്പെടുത്തുന്നില്ല. അപ്പൊ അവിടെ ഒരു കാര്യം പറഞ്ഞെന്താണ്, നമ്മൾ ഈ ആയത്തിനെ ഇതിന്റെ വിശദീകരണത്തിൽ കൊണ്ടുവരാൻ കാരണം, ഉയർത്തെഴുന്നേൽപ്പിനെ അവർ അധീനപ്പെടുത്തുന്നില്ല. സൂറത്ത് ഫുർഖാനിലും പറഞ്ഞു, ജീവിതം, മരണം, ഒന്നിനെയും എന്ത് ചെയ്യുന്നില്ല. അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ചിരിക്കുന്ന ആലിഹത്തിന് ഇതിനൊന്നും കഴിയുന്നില്ല എന്നാണ് സൂറത്തുൽ ഫുർഖാനിലെ 3-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്, പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൽ നമ്മുടെ അടുത്ത ആയത്ത് കൂടി എടുത്തിട്ട് നമ്മൾ തഫ്സീർ ഇബ്നു കസീറിലെ വളരെ ശ്രദ്ധേയമായ ചില വിശദീകരണങ്ങൾ അദ്ദേഹം ഈ ആയത്തുകൾക്ക് നൽകുന്നുണ്ട്. അതിൽ 22-ാമത്തെ ആയത്ത് നമ്മൾ നോക്കി. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകൾ, നമ്മുടെ നാട്ടിൽ പല ആളുകളും അള്ളാഹുവിന് പുറമെ, ഇത് തൗഹീദുമായി ബന്ധപ്പെടുന്ന ആയത്തുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ ആളുകൾ, അള്ളാഹു അല്ലാത്ത മഹാന്മാരെന്ന് പറയപ്പെടുന്നവർ, ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്നവർ, അവരോടൊക്കെ ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്നു, ഇബാദത്തുകൾ നടത്തുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരുടെ ഇലാഹാണെന്നാണ് അവർ പറയുന്നത്. ഇലാഹാന്ന് അവർ ചിലപ്പം പറയില്ല, സ്വമദിയത്ത് ചിലപ്പോൾ അങ്ങോട്ട് പറയില്ല, അയാൾ ഖാലിഖാണ്, സൃഷ്ടാവാണെന്ന് പറയില്ല. യഥാർത്ഥത്തിൽ ദുആ ചെയ്യുന്നതിലൂടെ വകവെച്ചു കൊടുക്കണം എന്താണ്, അള്ളാഹിനെ പോലെ വേറൊരു ഇലാഹ് ഉണ്ട് എന്നാണ്. അങ്ങനെ ഇലാഹിനെ സ്വീകരിക്കുന്ന ആളുകൾ, അങ്ങനെ ആരാധ്യന്മാരെ ഇവർ സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ എന്തെല്ലാം എന്നാണ് അല്ലാഹ് പറയുന്നത്, വഹും യുൻശിറൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യൂല, ഉയർത്തെഴുന്നേൽപ്പിനെ അധീനപ്പെടുത്തുന്നില്ല അവർ. ഇനി വേറൊരു ഇലാഹിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിന് എന്ത് പറയേണ്ടി വരും? അള്ളാഹ്ക്ക് പുറമെ വേറൊരു ഇലാഹ് ഉണ്ട് എന്ന് വാദിച്ചാൽ ലോകത്തിന് 2 ഇലാഹുമാരുണ്ട്, ഒന്നിലധികം ഇലാഹുമാരുണ്ടെന്ന് വാദിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ അത്. അതിന്റെ ഒരു അപകടം എന്താണ്? അള്ളാഹു 22-ാമത്തെ ആയത്തിൽ പറയണത്, ലൗകാന ഉണ്ടായിരുന്നുവെങ്കിൽ, ലൗകാന ഉണ്ടായിരുന്നുവെങ്കിൽ, ഫീഹിമ അവ രണ്ടിനും, ഏത് രണ്ടിനും? ആകാശഭൂമികൾക്ക്, ഈ ലോകത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ, ഉണ്ടായിരുന്നാൽ എന്ത്? ആലിഹത്തുൻ, ആരാധ്യന്മാര്, ഇല്ലല്ലാഹു, അല്ലാഹുവല്ലാതെ, അല്ലാഹുവല്ലാതെ ഈ ലോകത്തിനൊരു ഇലാഹ്, ആലിഹത്ത്, ആരാധ്യന്മാര് ഉണ്ടായിരുന്നുവെങ്കിൽ, ല ഫസദത, ഫസദ എന്ന്, ഫസാദ് എന്നൊക്കെ പറഞ്ഞ എന്താ? കുഴപ്പത്തിലാകും, നാശത്തിലാകും. എന്ത്? ലഫസദത, അവ രണ്ടും കുഴപ്പത്തിലാകും. ഏത് രണ്ടും? ആകാശഭൂമികൾ മുഴുവൻ ഇവിടെ പ്രശ്നത്തിലാകും, കുഴപ്പത്തിലാകും. വ്യത്യസ്ത ആരാധ്യന്മാര് ഉണ്ടായിരുന്നുവെങ്കിൽ, സങ്കല്പം പറയാണ്, ഇല്ല, ഉണ്ടായിരുന്നുവെങ്കിൽ. എന്നിട്ട് അല്ലാഹു പറയാണ് ഫസുബ്ഹാനല്ലാഹി, അപ്പോൾ അള്ളാഹു എത്ര പരിശുദ്ധൻ. ഈ തസ്ബീഹിന്റെ കലിമത്ത് വരുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ?
അതായത് അള്ളാഹുവിലേക്ക് ന്യൂനതകൾ പറയപ്പെടുന്ന അങ്ങനത്തെ സങ്കല്പങ്ങളും അത്തരം ആരോപണങ്ങൾ എടുത്തു വെക്കുമ്പോൾ അള്ളാഹിന് ചേർത്തിട്ട് പറയുന്നത് ഫസുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് അള്ളാഹ് എത്ര പരിശുദ്ധനാണ്. ഈ ന്യൂനതകൾ കുറവുകളില്ലാത്ത ഏക ആരാധ്യൻ മാത്രമാണ് ആര്? അള്ളാഹു. ഫസുബ്ഹാനല്ലാഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ എത്ര പരിശുദ്ധനാണ്. റബ്ബിൽ അർശി, അവൻ ആരാണ്? റബ്ബിൽ അർശ്, അർശിന്റെ മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബായ ഉടമസ്ഥനായ സൃഷ്ടാവായ. അമ്മാ യസിഫൂൻ, യസിഫൂൻ അവർ പറഞ്ഞുണ്ടാക്കുന്നതിനെ തൊട്ട്, അവർ വിശേഷിപ്പിക്കുന്നതിനെ തൊട്ട്. അപ്പൊ അവര് പറഞ്ഞുണ്ടാക്കുന്ന വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്നെ അർശിന്റെ റബ്ബായ അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്ന് ന്യൂനതകളിൽ നിന്ന്. അപ്പൊ ഈ ആളുകൾ പറയുന്നതിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്. അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന നിലക്ക് അള്ളാഹ്ക്ക് പുറമെ ആരാധ്യന്മാരെ അവർ സ്വീകരിക്കുന്നു, അവനോട് പ്രാർത്ഥിക്കുന്നു അവര്. അപ്പൊ ലോകത്ത് അള്ളാഹ്ക്ക് പുറമെ സൃഷ്ടാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? കുഴപ്പത്തിലാകും. അപ്പൊ ഇവിടെ നമ്മൾ സങ്കല്പിച്ചു നോക്കാം. ഇവിടെ അമാനി മൗലവി റഹിമഹുല്ല വളരെ സുന്ദരമായി ഉദാഹരണങ്ങൾ വെച്ചിട്ട് അദ്ദേഹം അതിന്റെ തഫ്സീറിൽ, ഇബ്നു കസീറിന്റെ തഫ്സീർ വായിച്ചു. അതില് പിന്നെ അദ്ദേഹം അതിന്റെ ചില കാര്യങ്ങൾ ഹിക്മത്തോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. 2 ഇലാഹുമാർ, ഒരു ലോകത്തിന് 2 ആരാധ്യന്മാരുണ്ടായിരുന്നെങ്കിൽ അതിന്റെ അപകടം എന്താണ്? അതില് രസകരമായിട്ടാണ് അമാനി മൗലവി റഹിമഹുല്ല അത് പറയുന്നത്. അതായത് ഒരു വാഹനത്തിന് 2 ഡ്രൈവർമാരുള്ള ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു ബസ്, അതിന് ഒരേ സമയത്ത് 2 ആള് അതിനെ ഡ്രൈവ് ചെയ്യാം ഒരേ ടൈമിൽ. അത് സ്വാഭാവികമായി എന്താണ്? അത് പ്രശ്നമാണ്. അതേപോലെ തന്നെ അതിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പൊ ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ ആ 2 ഇലാഹുമാരും എന്ത് ചെയ്യണം? 2 കാര്യമാണ് ഇതിൽ ഉണ്ടാവേണ്ടത്. ഒന്നുകിൽ അവർ 2 പേരും യോജിപ്പിലെത്തണം. നമ്മൾ സങ്കല്പിക്കുന്നത് എന്താണ്? ഇങ്ങനെ ഇല്ല, അല്ലാഹ് മാത്രമാണ് ഇലാഹ്. ഇവർ പറയുന്നത് അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാർ സ്വീകരിച്ചവരുടെ നിലപാടനുസരിച്ച് അള്ളാഹ്ക്ക് പുറമെ വേറെ ആരാധ്യന്മാരുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ലോകത്തിന് 2 ഇലാഹുമാരുണ്ടെങ്കിൽ ആ 2 ഇലാഹുമാരും തമ്മിൽ ഒന്നുകിൽ എന്ത് വേണം? ഒരു യോജിപ്പ് വേണം. അല്ലെങ്കിൽ രണ്ടാമത് സംഭവിക്കാൻ സാധ്യതയുള്ള അവർ തമ്മിൽ ഒരു ഭിന്നതയാണ്. ഇനി ഇവിടെ ഭിന്നത നമ്മൾ അതെടുക്കുക. അവര് ഭിന്നിപ്പും വിയോജിപ്പാണുള്ളെങ്കിൽ ഒരാള് തീരുമാനിക്കാണ്, ഉദ്ദേശിക്കണത് ഇന്ന് സൂര്യൻ ഉദിക്കണം, വേറൊരാള് തീരുമാനിക്കണത് ഇന്ന് സൂര്യൻ ഉദിക്കണ്ട. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോ മൊത്തം തകിടം മറിഞ്ഞില്ലേ? അപ്പൊ അതേപോലെ തന്നെ ഒരേ സമയത്ത് ഉണ്ടാവണമെന്ന് എന്ത് ചെയ്യുന്നു? പിന്നെ ഒരേ ഒരു കാര്യം ഒരവസരത്തിൽ തന്നെ ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും വേണം. കാരണം ഒരാൾ ഉദ്ദേശിക്കും, മറ്റേ ഉദ്ദേശിക്കാത്തൊരു സമയം നോക്കിയിട്ട് എന്ത് ചെയ്യണം? മറ്റേ ഇലാഹു ഉദ്ദേശിക്കേണ്ടി വരും. മനസ്സിലാവണ്ട? 2 ഇലാഹുമാരുണ്ടെങ്കിൽ അപ്പോഴും അയാൾ എന്താണ്? ഒരു ഇലാഹിന്റെ പദവിയിലേക്ക് എത്തുന്ന പൂർണ്ണതയൊക്കെ വന്നില്ല, ഒരു ന്യൂനതയുണ്ട്. കാരണം എന്താ? മറ്റേ ആളെ കാത്തു നിൽക്കണം അല്ലേ? അപ്പൊ അവിടെ ഭിന്നിപ്പുകളും അതേപോലെ തന്നെ വിയോജിപ്പും വരുമ്പോ മൊത്തം എന്ത് ചെയ്യും? തകിടം പറയും. അപ്പൊ ഇവിടെ ചുരുക്കത്തിൽ അള്ളാഹു എന്ന അർത്ഥത്തിൽ ഇവർ പരിപൂർണനല്ല, ഇവർ ഇത്തരം ആലിഹത്തുകൾ പരിപൂർണരല്ല. ഇനി യോജിച്ചു എന്നാണെങ്കിലോ, ഇവർ യോജിച്ചു എന്നാണെങ്കിൽ അതും പ്രശ്നമാണ്. അതിൽ ഒരു കാര്യം, ഒരു വസ്തു ഉണ്ടാകാൻ വേണ്ടി, സൃഷ്ടിക്കാൻ എന്ത് ചെയ്യുന്നു? 2 ആളും ഉദ്ദേശിക്കുന്നു ഒരേ കാര്യം. അപ്പൊ അത് 2 എണ്ണമായി വരുമോ? അത് അസംഭവമാണ്. അതായത് ഉദ്ദേശിച്ച കാര്യത്തിന് പൂർണ്ണമായി കഴിവുള്ളവരാകണം ഓരോ ഇലാഹും. അപ്പൊ അതിന്റെ ഓരോ കാര്യത്തിലും ഇത്തരം ചില ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. 2 ഇലാഹുമാരെ സ്വീകരിക്കുന്നു എന്ന് പറയും. അപ്പൊ അള്ളാഹുവിന് ഭൂമിയിൽ മറ്റ് ആരാധ്യന്മാരുണ്ടോ? 2 ആരാധ്യന്മാർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് തഫ്സീറുകളൊക്കെ പഠിപ്പിക്കുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും തഫ്സീർ ഇബ്നു കസീറിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ 21-ാമത്തെ ആയത്തിനെയും 22-ാമത്തെ ആയത്തിനെയൊക്കെ തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് അമിത്തഖദു ആലിഹത്തം മിനൽ അർദി ഹും യുൻശുറൂൻ. അമിത്തഖദു അതല്ല, അവർ സ്വീകരിച്ചിരിക്കുകയാണോ? ആലിഹത്തൻ ദൈവങ്ങളെ, ഇലാഹുമാരെ, മിനൽ അർദി ഭൂമിയിൽ നിന്ന്, ഹും യുൻശുറൂൻ അവർ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇബ്നു കസീർ റഹിമഹുല്ലാ പറയാണ്, യുൻകറു തആല അലാ മനിത്തഖദ മിൻ ദൂനിഹി ആലിഹത്തൻ. അള്ളാഹുവിന് പുറമെ ആലിഹത്തിനെ സ്വീകരിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? അത്തരം ആളുകളെ അള്ളാഹു
വെറുക്കുന്നു. ഫഖാല ബൽ ഇത്തഖദു ആലിഹത്തം മിനൽ അർദി ഹും യുൻശിറൂൻ. ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അഹും യുഹ്യൗനൽ മൗത. ഇബ്നു കസീർ ചോദിക്കാണ് ഈ ആയത്തിനെ വെച്ചിട്ട്, അഹും യുഹ്യൗനൽ മൗത, അവർ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നവരാണോ ഈ ആളുകൾ? അവർ അള്ളാഹ്ക്ക് പുറമെ സ്വീകരിച്ച ആളുകൾ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നവരാണോ? അദ്ദേഹം ചോദിക്കുന്നു, വയൻശുറൂനഹും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് സ്വമേധയാ പുനർജനിക്കാൻ കഴിവുള്ളവരാണോ ഈ ഇലാഹുമാർ? ആരാ ചോദിക്കണേ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചോദിക്കാണ്, ഐ ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിൻ ദാലിക്, അവർക്കതിന് ഒരിക്കലും കഴിവില്ല, സാധ്യമല്ല. എന്തിന്? സ്വയമേ എഴുന്നേൽക്കുക. എങ്ങനെ? ഖബറിന്ന് അവർക്ക് പറ്റൂല. എന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഫകൈഫ ജഅലൂഹ ലില്ലാഹി ലിദ്ദൻ, എങ്ങനെയാണ് അള്ളാഹുവിന് പാർട്ട്ണറുണ്ട്, സമന്മാരുണ്ട്, അതിനെ സ്വീകരിക്കാൻ പങ്കുകാരുണ്ട് എന്ന് ഇവർക്ക് എങ്ങനെ പങ്കുകാരെ ചാർത്താൻ കഴിയുന്നു? അള്ളാഹ്ക്കൊപ്പം എങ്ങനെയാണ് ഇവർക്ക് ഈ മറ്റ് ആരാധ്യന്മാരെ ആരാധിക്കാൻ കഴിയുന്നത് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ചോദിക്കാണ്. സുമ്മ അഖ്ബറഹു തആല, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു, അന്നഹു ലൗ കാന ഫിൽ വുജൂദി ആലിഹത്തൻ ഗൈറഹു, അവന് പുറമെ വേറൊരു ആലിഹത്ത്, അല്ലാഹനെ കൂടാതെ മറ്റൊരു ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദത്തിസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികൾ മുഴുവൻ തകരാറിലാകുമായിരുന്നു, ഫസാദിലാകുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വബയാനു ദാലിക്, അതിനെ വിശദീകരിക്കുന്നു. ആ രണ്ട് ഇലാഹുമാറുണ്ട് എന്നതിന് അദ്ദേഹം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പ്രത്യേകം എടുത്തിട്ട് ഇനി വിശദീകരിക്കുകയാണ്. അന്നൽ ആലം അൽ ഉലവി വസ്സുഫലി, അതായത് പിന്നെ ആകാശവും ഭൂമിയും ഈ ലോകത്തുള്ളതൊക്കെ അലാമായുറ, നമ്മൾ അത് കാണപ്പെടുന്നു. എങ്ങനെ? ഫി അക്മലിമായ കൂനു മിന സ്വലാഹി വൽ ഇന്തിളാം, അതായത് വളരെ നല്ല രീതിയിൽ പൂർണ്ണമായ നിലയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ആകാശം, ഭൂമി എല്ലാം നമ്മൾ കാണപ്പെടുന്നത്. അല്ലദീ മാ ഫീഹി ഖലലുൻ വലാ ഐബുൻ, അതിൽ ന്യൂനതകളോ തകരാറുകളോ ഒന്നും നമ്മൾ ആകാശഭൂമികൾക്കിടയിൽ കാണുന്നില്ല. വലാ മുമാനിയത്തുൻ വലാ മുആരിളത്തുൻ, അത് കൂട്ടിമുട്ടലുകളില്ല, അതിനിടയിൽ തടസ്സങ്ങളില്ല, ഒന്നുമില്ല. ഫദല്ല ദാലിക, എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇതൊക്കെ അറിയിക്കുന്നത് എന്താണ്? ഇതൊക്കെ അറിയിക്കുന്നത് എന്താണ്? അലാ അന്ന മുദബ്ബിറഹു വാഹിദ്, എന്താണ് അറിയിക്കുന്നത്? ഇത് കൂട്ടിമുട്ടലുകളില്ലാതെ നല്ല രൂപത്തിൽ ആകാശഭൂമികൾ മുന്നോട്ട് പോകുന്നു എന്നത് നമ്മെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അന്ന മുദബ്ബിറഹു വാഹിദ്, ഇതിന്റെ എല്ലാം മുദബ്ബിർ ഒരാൾ മാത്രമാണ്. ഇവിടൊക്കെ നമ്മൾ സമകാലിക സാഹചര്യത്തിൽ ആളുകൾ അള്ളാഹുവിന്റെ റുബൂബിയത്തിലാണ് ചേർത്ത് പറയുന്നത്. ഇതിന്റെ തദ്ബീർ ഒരുവനിൽ മാത്രമാണ് എന്നത് നമ്മൾ അറിയിക്കുന്നു. വറബ്ബുഹു വാഹിദ്, ഇതിന്റെ എല്ലാം റബ്ബ് ഒരാൾ മാത്രമാണ് എന്നാണ് നമ്മൾ അറിയിക്കുന്നത്. വ ഇലാഹു വാഹിദ്, ഇതിന്റെ എല്ലാം ഇലാഹ്, ആരാധ്യൻ ഒരാൾ മാത്രമാണ് എന്ന് നമ്മൾ അറിയിക്കുന്നു. ഇനി സങ്കല്പിക്കാണ്, ഫലൗ കാന ലഹു മുദബ്ബിറാനി, മുദബ്ബിറാനി എന്ന് പറഞ്ഞാല് രണ്ട് മുദബ്ബിർ ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ, രണ്ട് മുദബ്ബിർ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇബ്നു കസീർ പറയാണ്, വ റബ്ബാനി, രണ്ട് റബ്ബ് ഉണ്ട് എന്ന് വരികയാണെങ്കിൽ, ഔ അക്സറു മിൻ ദാലിക്, അല്ല അതിനപ്പുറത്ത് റബ്ബും മുദബ്ബിറൊക്കെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ലഹ്തല്ലത് നിദാമുഹു, അതിന്റെ സംവിധാനങ്ങൾ തകർന്നു തരിപ്പണമാകുമായിരുന്നു. ഒന്നിലധികം മുദബ്ബിറുമാർ ലോകത്തിനുണ്ടായിരുന്നുവെങ്കിൽ. വ തഖബ്ബലത് അർക്കാനുഹു, അതിന്റെ അടിത്തറ തകരുമായിരുന്നു. അദ്ദേഹം പറയാണ്, അർക്കാനുഹു ഫഇന്നഹുമാ യതമാനിആനി വയതആരിദാനി, അത് കൂട്ടിമുട്ടലില്ലാതെ അത് കൂട്ടിമുട്ടുമായിരുന്നു, നശിക്കുമായിരുന്നു. ഇതൊക്കെ രണ്ടുണ്ടായിരുന്നെങ്കിൽ, വൈദാ അറാദ അഹദുഹുമാ തദ്ബീറ ശൈഇൻ, അവരിൽ ഒരാൾ തദ്ബീർ ചെയ്യാൻ എന്ത് ചെയ്യുന്നു? ഉദ്ദേശിക്കുന്നു. വറാദൽ ആഖിറ, മറ്റൊരാൾ അദമഹു, അത് സംഭവിക്കണ്ട എന്ന് ഉദ്ദേശിക്കുന്നു. ഒരാൾ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നു, മറ്റൊരാൾ അത് സംഭവിക്കണ്ട എന്നും എന്ത് ചെയ്യുന്നു? വിരുദ്ധമായിട്ട് ഉദ്ദേശിക്കുന്നു. ഫഇന്നഹു മഹല്ല വുജൂദി മുറാദഹുമാ മഅൻ, അവിടെയും എന്താണ്? അത് പ്രശ്നമാണ്, അസംഭവ്യമാണ്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഉദ്ദേശിക്കുമ്പോൾ മറ്റൊരാൾ ഉദ്ദേശിക്കാത്തതിന് വിരുദ്ധം നോക്കാതെയും സമയം നോക്കിയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? മറ്റൊരു ഇലാഹിന് കണക്കായിട്ട് വരെ എന്ത് ചെയ്യേണ്ടി വരും? ഉദ്ദേശിക്കേണ്ടി. എന്നിട്ട് അദ്ദേഹം പറയണേ, യദുല്ലു അലാ അജ്സിൽ ആഖിർ, അത് ഒരാളുടെ ന്യൂനതയെ, അയാളുടെ ദൗർബല്യത്തെയാണ് എന്ത് ചെയ്യണത്? ഒരു ഇലാഹിന്റെ ദൗർബല്യത്തെയാണ് ഈ കാര്യം നമ്മൾ അറിയിക്കുന്നത്. മുറാദിൻ വാഹിദ്, ഒരേപോലെ അഭിപ്രായം വരിക എന്നുള്ളത് അതെന്തല്ല, ഒരിക്കലും സംഭവിക്കുന്നത്. ഫി ജമീൽ ഉമർ, എല്ലാ കാര്യത്തിലും ഗൈറു മുംകിൻ, അത് അസംഭവ്യമാണ്
എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ എന്താണ്? ലോകത്തിന് 2 ഇലാഹുമാർ ഉണ്ടാവുക എന്ന് പറഞ്ഞ കാര്യം എന്താണ്? അത് ലോകത്തിന് അസംഭവ്യമാണ്, അതൊരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. എന്നാൽ ഇത്തരം ആളുകൾ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുന്നു? ഇലാഹുമാരെ ചാർത്തി പറയുന്നു എന്നുള്ളതാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ പ്രധാനമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അടുത്ത ആയത്ത് നോക്കി, നമ്മളിനി 23-ാമത്തെ ആയത്ത് നോക്കിയേ. എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു കാര്യം, അള്ളാഹുവിനെ പറ്റി പറയാണ്, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ലാ യുസ്അലു എന്ന് പറഞ്ഞാല് അവൻ ചോദിക്കപ്പെടുകയില്ല. ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടുകയില്ല. അമ്മാ യഫ്അലു, അവൻ പ്രവർത്തിക്കുന്നതിനെ പറ്റി. വഹും, അവരാകട്ടെ യുസ്അലൂൻ, ചോദിക്കപ്പെടുന്നവരുമാണ്. ഈ അവരാരാണ്? അള്ളാഹ്ക്ക് പുറമെയുള്ള സൃഷ്ടികൾ. അള്ളാന്റെ പ്രവർത്തനങ്ങളിലോ മറ്റോ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും എന്തില്ല? അർഹതയില്ല. അള്ളാഹ് അങ്ങനെ ചെയ്തത്, അള്ളാഹ് ഇങ്ങനെ ചെയ്തത് ആർക്കും ചോദിക്കാൻ അവകാശമുണ്ടോ? ഇല്ല. ആർക്കും ചോദിക്കാൻ അവകാശമില്ല, ചോദ്യം ചെയ്യപ്പെടില്ല, അതിന് അധികാരവും ആർക്കുമില്ല. എന്നാൽ മനുഷ്യനോ, സൃഷ്ടികളോ, അള്ളാന്റെ പടപ്പുകളോ, അവർ ചോദിക്കപ്പെടും. സകല കാര്യങ്ങളെ പറ്റിയും ചോദിക്കപ്പെടും. എന്തുകൊണ്ടത് ചെയ്തു, എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ, അള്ളാഹു ഉടമസ്ഥനാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരാൾക്കും ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകൽ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്, ഇത്തരം ആലിഹത്തുകളെ ചേർത്ത ആളുകൾ എല്ലാ ആരോപണങ്ങളിൽ നിന്നും അവൻ എത്രമാത്രം പരിശുദ്ധനാണ്, അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല. അവരെല്ലാവരും, മറ്റുള്ളവരെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട പ്രധാനമായ ഒരു ഭാഗമാണ് നമ്മൾ ആ വിശ്വാസത്തിന്റെ പ്രാധാന്യം, നമ്മൾ അതിന്റെ ക്ലാരിറ്റിയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെ നാട്ടിലെ ആളുകളോട് ചോദിച്ചാൽ അള്ളാഹ്ക്ക് വേറൊരു ഇലാഹ് ഉണ്ട് എന്നൊന്നും അവർ പച്ചക്ക് പറയില്ല. നമ്മൾ പറയുന്നത് ദുആ ചെയ്യുകയും ഇബാദത്ത് ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ അവർ പറയുന്നത് എന്താണ്? ലോകത്തിന് 2 ഇലാഹുമാരുണ്ടെന്നാണ്. അങ്ങനെ ദുആ ചെയ്യുന്നവർ ആ ഇലാഹായിട്ടാണ് അവരെ കാണുന്നത്. അവന്റെ ഇലാഹാണത്, അവന്റെ ഇലാഹാണ്. അപ്പോ നമ്മുടെ നാട്ടിലെ റുബൂബിയത്തിലടക്കം, ഇനി അടുത്ത ആയത്തിലും തൗഹീദുമായി ബന്ധപ്പെട്ട ചില ആയത്തുകളാണ്. റുബൂബിയത്തിലടക്കം എന്ത് ചെയ്തു? നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ശിർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ CM മടവൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് അപ്ഡേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വലിയ പച്ചയായ ശിർക്കുകളാണ് പറയുന്നത്. നമുക്കത് മക്ക തൗഹീദിന്റെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം. ഖുർആൻ പലയിടത്തും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് തൗഹീദിന്റെ 3 ഇനങ്ങളിൽ റുബൂബിയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്നു. അവര് മുഖ്ലിസീങ്ങളായിട്ട് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്തിരുന്നു, അല്ലെ? പക്ഷെ നമ്മളെ നാട്ടിലെ ആളുകൾ, നേതാക്കന്മാര്, പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ പഠിപ്പിച്ചു കൊടുക്കണം, കുടുങ്ങുന്ന സമയത്തും ബദരീങ്ങളെ വിളിക്കാനും, അതേപോലെ തന്നെ പിന്നെ ഇത്തരം വലിയകളാണെന്ന് പറയപ്പെടുന്ന ആളുകളെ വിളിക്കാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ മക്ക മുശ്രിക്കുകൾ കുടുങ്ങണപ്പോ ആരെയാണ് വിളിച്ചത്? അള്ളാഹിനെയാണ് വിളിച്ചത്. പിന്നെ കരയിലെത്തിയാൽ ഇദാഹും യുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കുചേർക്കും. അപ്പോഴാണ് ഇക്രിമ ചിന്തിച്ചത്. ഇക്രിമാരാണ്? അബൂജഹലിന്റെ മകനാണ് ഇക്രിമ. ഇങ്ങനെ കപ്പല് കരയിൽ ലാൻഡ് ചെയ്ത് അങ്ങനെ അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കണത്, റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് നേരെ ഈ കടലിൽ നിന്ന് വിളിക്കുന്ന അള്ളാഹിനെ തന്നെ കരയിൽ നിന്നും വിളിച്ചാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് പിന്നെ ഷഹാദത്തുൽ എന്നതും ഖുർആൻ മുഫസ്സിറുകൾക്കിടയിൽ കാല ഇക്രിമ എന്ന് കാണാം നമുക്ക്. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഖുർആൻ പണ്ഡിതനായി ഇക്രിമ റളിയല്ലാഹു അൻഹു മാറി എന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിനെ കുറിച്ച് അനുയോജ്യമല്ലാത്തത് പ്രചരിപ്പിക്കുന്നവർ അതിലെന്ത് ചെയ്യണം? സൂക്ഷ്മതയും ജാഗ്രതയും കാണിക്കണം, അതിൽ നിന്ന് ഒഴിവാകണം. ഇനി മാത്രമല്ല, മറ്റുള്ളവരെ ആലിഹത്തുകളായി സ്വീകരിക്കുന്നവർ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ നമുക്ക് അന്നു മുതലേ പറഞ്ഞ ന്യായങ്ങളാണ് ഇന്നും പറയുന്നത്. അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നവരും അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്നവരും അവർ പറയുന്ന ന്യായം എന്താണ്? ഈ ന്യായങ്ങളൊക്കെ നമ്മൾ 1500 കൊല്ലം മുമ്പ് പ്രവാചകന്റെ കൂടെ ജീവിച്ച മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞ ന്യായമായിട്ട് നമ്മൾ പിന്നെ ഖുർആനിൽ വായിക്കുന്നുണ്ട്. എന്താണ് അവർ ഒന്നാമത് പറഞ്ഞ ന്യായം? നോട്ട് ചെയ്യുന്ന ആളുകൾക്ക് നോട്ട് ചെയ്യാം. സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്ത് അവർ പറഞ്ഞ ഒന്നാമത്തെ ന്യായം അതാണ്. 39:3 അവര് പറഞ്ഞെന്താ? ഞങ്ങൾ ആരാധിക്കുന്നതിനാണ് മാ നഅ്ബുദുഹും വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ വലിയകളെ സ്വീകരിച്ചവർ അവര് പറയുന്നു മാ നഅ്ബുദുഹും, നമ്മൾ അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. അപ്പൊ
അപ്പൊ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനല്ലാതെ ഞങ്ങളവരെ ഇബാദത്ത് ചെയ്യുന്നില്ല. അപ്പൊ ന്യായം അതാണ്. സമദിയത്ത് കൽപ്പിക്കണില്ല. എന്തിനാണ്? അള്ളാഹുവിനെ പോലെ സൃഷ്ടാവാണ്, സമതാണ് എന്ന് പറയില്ല, പിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് എന്നാണ് അവർ പറയുന്നത്, ന്യായം പറയുന്നത്. രണ്ടാമത് അവർ പറഞ്ഞെന്താ? രണ്ടാമത് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അവർ ശുപാർശകരാണെന്നാണ് പരലോകത്ത്. 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്. എന്താണ് അവിടെ അവർ പറഞ്ഞത്? വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അല്ലാഹുവിനു പുറമെ അവർ ആരാധിക്കുന്നവർ സ്വന്തത്തിനു തന്നെ ഒരു ദുർറോ നഫ്അോ ഉപകാരമോ ഉപദ്രവമോ അവർ ഉടമപ്പെടുത്തുന്നില്ല. വയഖൂലൂന, അവർ പറയുന്നു, ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക്, അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരാണ് ഇവർ എന്ന് പറഞ്ഞാല് അവർ പറഞ്ഞു ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്ത, ഉസ്സ, മനാത്തൊക്കെ എന്താണ്? ഞങ്ങൾ അവരെ ഖാലിഖാണ്, സമദിയത്ത് കൽപ്പിക്കണില്ല നമ്മള്. പിന്നെ അവരെന്താ? അവര് ശഫായത്ത് പറയും ഞങ്ങൾ അള്ളാഹിനോട്. അപ്പൊ അവരുടെ ന്യായം എന്ന് വെച്ചാൽ ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ കുറെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ അള്ളാഹുലേക്ക് ഇങ്ങനെ നേരിട്ട് പറയാം. അപ്പൊ അതില് മഹാന്മാര് വേണം. ഈ ശിർക്ക് ലോകത്ത് ആദ്യം തുടങ്ങിയത് ഖൗം നൂഹിൽ നിന്നാണ്. സൂറത്ത് നൂഹിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, വദ്, യഗൂസ്, യഊഖ്, നസ്ർ അല്ലെ, ഹുബൽ, ഇങ്ങനത്തെ 5 സ്വാലിഹീങ്ങൾ ഉണ്ടായിരുന്നു. നൂഹ് നബി വരുന്ന ഒരു സാഹചര്യം നമുക്കറിയില്ലേ. 5 സ്വാലിഹീങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വാലിഹീങ്ങൾ മരണപ്പെട്ടപ്പോ എല്ലാവരുടെ ഖബറുകൾ പോലെ അവരുടെ ഖബർ കിടക്കുന്നു. അപ്പൊ ആദ്യ തലമുറക്കാർ ചെയ്തതെന്താ? ഇവരെ ഖബർ എങ്ങനെയാണ് ഇങ്ങനെ വിട്ടേക്കുക? സാധാരണക്കാരുടെ ഖബറല്ലല്ലോ ഇത്. 5 സ്വാലിഹീങ്ങളാണ്. അപ്പൊ അവിടെ ഒരു കുറ്റിയതാണ്, ആരാധിച്ചിട്ടില്ല. കുത്തിയവർ എന്ത് ചെയ്തിട്ടില്ല? ഇബാദത്ത് ചെയ്തിട്ടില്ല. വദ്ദയെ ഞങ്ങളെ കാക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. അവരടയാളത്തിന്, ഇവര് സ്വാലിഹീങ്ങളാണ്, തിരിച്ചറിയണം. ഖബർ മാറിപ്പോകാതിരിക്കാൻ അടയാളം വെച്ചാണ്. അങ്ങനെ തലമുറ മാറി വന്നു, ശൈത്താൻ ഇടപെട്ടു. അപ്പൊ അതിലേക്കുള്ള വസീലയാണ്, അതിലേക്ക് എത്തിപ്പെടണം. അപ്പൊ അതിനുശേഷം വന്നവർ ഇവരാരാണ്? ഈ കുത്തിയവർ. ഇവർ സ്വാലിഹീങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിലെ. അതങ്ങനെ പറഞ്ഞു വന്നു, തലമുറകൾ മാറി. ഇവര് പറഞ്ഞു ഇങ്ങനെ കുറ്റി ജീർണിച്ചങ്ങനെ നുരുമ്പി പോകുമല്ലോ. അപ്പൊ ഒരു എടുപ്പുണ്ടാക്കുക. ഇവരെടുപ്പുണ്ടാക്കി. 2-ാം തലമുറ എത്തിപ്പെടുന്ന അങ്ങനെ എടുപ്പുണ്ടാക്കിയവരും ആരാധിച്ചില്ല. അപ്പൊ അതും എന്താണ്? ഷിർക്കിലേക്കുള്ളൊരു വസീലയായി മാറി. പക്ഷെ പിന്നത്തെ തലമുറ വന്നപ്പോ, പുതിയ ജനറേഷൻ വന്നപ്പോ അവര് പറഞ്ഞത് എന്താണ്? ഒരു 5 ഖബറുകൾ മാത്രം പൊന്തി നിൽക്കുന്നു. ഇവർ നമ്മളെപ്പോലെയല്ല, ഇവർ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റ അടുത്ത മുഖറബീങ്ങളായ സ്വാലിഹീങ്ങളാണ്, 5 സ്വാലിഹീങ്ങളാണ്. ഇവർ പറഞ്ഞു ഞങ്ങൾ ദോഷികളാണ്, പാപികളാണ്, ഞങ്ങളെങ്ങനെ അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാം? അപ്പൊ ഇവരിലൂടെ, വദ്ദിലൂടെ അള്ളാഹുവിലേക്ക് എത്താം, സുവായിലൂടെ അള്ളാഹുവിലേക്ക് എത്താം, യഊഖിലൂടെ അള്ളാഹുവിലേക്ക് എത്താം. അങ്ങനെയാണ് അവരിൽ ശിർക്ക് വന്നത്. ആ ശിർക്ക് വന്നപ്പോഴാണ് ആര് വന്നത്? നൂഹ് നബി അലൈഹി സ്വലാം വന്നത്. ആദം നബി അലൈഹി സ്വലാമക്ക് ശേഷം നൂഹ് നബി വരെ 10 തലമുറകളിൽ എന്തില്ല? ശിർക്കില്ല. ലോകത്ത് ആദ്യം ശിർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവ്വലുർ റുസുൽ, റസൂലുമാരിൽ ആദ്യത്തെ റസൂൽ, ഒരു ശിർക്കിനെതിരെ ദഅവ നടത്തുന്ന ആദ്യത്തെ റസൂൽ ലോകത്ത് വന്നത് നൂഹ് നബി അലൈഹി സ്വലാമയാണ്. ഇത് ഇവിടെയാണ്. ആ നൂഹ് നബിന്റെ ഖൗമും ചരിത്രം നമുക്കറിയാം. സൂറത്തു നൂഹിൽ നമുക്ക് വായിച്ചാൽ എന്ത് ചെയ്യും? മനസ്സിലാവും. അപ്പൊ ഇവര് പറഞ്ഞ ന്യായങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇവിടെ പ്രത്യേകമായി എന്ത് ചെയ്തത്? എടുത്തു പറഞ്ഞത്. അപ്പൊ തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകമായിട്ട് അത് പഠിക്കണം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം ഒരു ചൊല്ലി പറയുന്ന അള്ളാഹു അല്ലാതെ ആരാധനക്കറിയാൻ മറ്റാരും ഇല്ല, അവിടെ കഴിഞ്ഞോ? ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തുണ്ട്? ശുറൂത്തുകളുണ്ട്. ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ നമ്മൾ പഠിക്കണം. നമ്മളെ മദ്രസയിലെ കുട്ടികൾ എനിക്ക് തോന്നുന്നു 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലൊക്കെ അഖീദയില് ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുന്നുണ്ട്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് റുക്നുകളുണ്ട്, 2 അർക്കാനുകളുണ്ട്. ഒന്ന് നഫിയാണ്, ഒന്ന് ഇസ്ബാത്താണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ദീർഘമായി പഠിക്കാൻ നമുക്ക് ദർസുകൾ, ക്ലാസ്സുകളൊക്കെ ഉണ്ട്. നമ്മളെ യാസിർ ബിൻ ഹംസയുടെ, അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയുടെ ഇത്തരം ഒരു വളരെ എന്താ പറയാ, പാർട്ട് 1, പാർട്ട് 2 ഇങ്ങനെ തുടർച്ചയായ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്വസ്ഥമായി ഒരു സ്ഥലത്ത് ഇരുന്ന് ഒരു ഡയറിയൊക്കെ, ഇതുപോലെ ഒരു ഡയറിയൊക്കെ ആക്കി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു സമയമെടുത്ത് ഒരു ടേബിളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കുറച്ചായിട്ട് നമുക്ക് അങ്ങനെ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, നമ്മളിൽ ഒരുപാട് ദീനിയായ ഒരു തലം വർദ്ധിച്ചു വരും. ഇപ്പൊ നമ്മൾ നിസ്കാരത്തിലൊന്ന് ഖുശൂ കൂടും. കാരണം ആരെ പറ്റിയാണ് നമ്മൾ പഠിക്കണത്? അള്ളാഹുവിന്റെ ആ കലിമത്ത് തൗഹീദുമായി ബന്ധപ്പെട്ട് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ഈമാൻ ഉയരും, അയാളുടെ ഖുശൂ ഉയരും, അയാളുടെ തിന്മകളിൽ നിന്നൊന്ന് പുറകോട്ട് പോകും, അയാൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കും. നമ്മൾ കേവലം ഒരു പ്രകടമായ ഒരു തസ്കിയത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഒരു ഡീപ്പ് സ്റ്റഡിയിലേക്ക് നമ്മൾ മാറുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആസ്വാദന തലത്തിലേക്ക്, ദീനിന്റെ പഠനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം?
പോകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അഖീദയുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ട്. അത് ഒക്കെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, അതിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഈ മക്കാ മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട ഈ ആയത്തുകളുണ്ട്. ആ ആയത്തുകളൊക്കെ നമ്മൾ കോട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഈ സംഗതികളൊക്കെ ദഅവത്ത് നടത്തേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തർ. അപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളെ കയ്യിൽ എന്ത് വേണം? കോപ്പ് വേണം. നമ്മളെ കയ്യിൽ ഒരു കോപ്പും ഇല്ലെങ്കിൽ നമ്മളവിടെ ഉത്തരം വിട്ടിപ്പോ ഓരെന്തെങ്കിലുമൊക്കെ അവിടെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ലോക്കാവും. അപ്പൊ നമുക്ക് പറയാൻ കഴിയണെന്ത്? അപ്പോൾ ഈ നമ്മളെ നാട്ടിലെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസവും മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവും നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ അതിലൊരുപാട് സാമ്യതകൾ നമ്മൾ കാണുന്നു, ഒരുപാട് സാമ്യതകൾ കാണുന്നു. അപ്പോൾ മക്കാ മുശ്രിക്കുകൾ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയവരായിരുന്നു. അവര് റുബൂബിയത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് പഴിച്ചത് എവിടെയാണ്? ഉലൂഹിയത്തിലാണ്. ആരാധനകൾ അള്ളാഹുവിനെ മാത്രമാക്കുന്നതിൽ അവർക്ക് എന്ത് ചെയ്തു? പിഴച്ചു. അപ്പൊ ആയത്തുകൾ നോട്ട് ചെയ്യണം. സൂറത്ത് യൂനുസിൽ ഇത്രാമത്തെ ആയത്ത്, സൂറത്ത് അൻകബൂത്തിലെ ആയത്ത്, സൂറത്ത് സുമറിലെ ആയത്ത്, അത് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിക്കുന്നു. അതേപോലെ അപ്പൊ അവര് ചോദിക്കുക, മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവുകൾ എന്താണ്? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ആ തെൽബിയത്ത് ചൊല്ലിയത് അവര് നമ്മൾ ചൊല്ലണ പോലെ തെൽബിയത്ത് അവർ ചൊല്ലി. പക്ഷെ അതിനെ ഇല്ലാ ശരീക്കൻ ഹുവലക്, നമ്മുടെ തെൽബിയത്ത് ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു വാക്ക് ഇല്ലാ ശരീക്കൻ ഹുവലക്, നീ ഉടമപ്പെടുത്തിയ ചില ശരീക്കുമാർ നിനക്കുണ്ട്. പിന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണ്. അബ്ദുള്ളന്റെ അർത്ഥം തന്നെ എന്താ? അള്ളാന്റെ അടിമ എന്നാണ്. അപ്പൊ അള്ളാഹുൽ വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അബ്ദുൽ മുത്തലിബ് കാബ പൊളിക്കാൻ വന്നപ്പോ പറഞ്ഞെന്താ? അബ്രാഹത്തിനോട് ആ ഒട്ടകത്തെ എന്റേതാണ്, അത് എനിക്ക് തരണം, ആ കൊള്ളടിച്ച ഒട്ടകത്തെ. പക്ഷെ ഈ കാബന്റെ കാര്യം ചോദിക്കാത്തതുകൊണ്ടപ്പോ അബ്രഹത്തന്നെ ആകെ പിന്നെ അത്ഭുതപ്പെട്ടുപോയി. കാബന്റെ സെക്രട്ടറി അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹിന്റെ വല്ലിപ്പ, അബ്ദുല്ലാന്റെ വാപ്പയാണ്. അദ്ദേഹം അന്നത്തെ അറിയപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മുസ്ലിം അല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ അബ്രഹത്തിനോട് പറഞ്ഞ വാക്കെന്താ? ഒട്ടകത്തിന്റെ റബ്ബ് ഞാനാണ്, അതെനിക്ക് തിരിച്ചറിയണം, അതിന്റെ ഓണർ ഞാനാണ്. പക്ഷെ ഈ കഅബക്ക് ഒരു റബ്ബുണ്ട്, ആ റബ്ബ് അതിനെ കാത്തുകൊള്ളും. അപ്പോൾ അങ്ങനെ ഒരു റബ്ബിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി വഹിയുമായിട്ട് പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഓടി വന്നു. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താ? അന്ന് വഹിന്റെ ഇത് വഹിയാണെന്നും പ്രവാചകത്വത്തിന്റെ സൂചനയാണെന്ന് മനസ്സിലാക്കണില്ല. ഖദീജ ബീവി പറയുന്നെന്താ? അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവടിയുകയില്ല എന്നാണ്. അപ്പൊ അള്ളാഹുവിനെ അവർക്ക് അറിയാമായിരുന്നു. വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് കത്താണ്. ഖദീജ ബീവിയുടെ ഒരു കസിൻ അവരെടുത്ത് കൊണ്ടുപോകാണ്. അവരിതൊക്കെ മൊത്തം കേട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ വന്നത് മൂസാ പ്രവാചകന്റെ അടുക്കൽ വന്ന അതേ ആളാണ്. നാമൂസ് എന്ന പ്രയോഗമാണ് അവിടെ. മലക്ക് ജിബ്രീലിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതേ മലക്കാണ് നിങ്ങളുടെ അടുക്കലും വന്നത്. നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങളെ നാട്ടിൽ നിന്ന് നിങ്ങളെ നാട്ടുകാർ പുറത്താക്കും. വറഖത്ത് നൗഫൽ പറഞ്ഞ വാക്ക്. അദ്ദേഹം പ്രായമുണ്ട്, വേദങ്ങളിൽ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്ന ആശയം ഈ മക്കത്ത് പറഞ്ഞ നിങ്ങൾ മക്കത്ത് നിന്ന് പുറത്താവും. റസൂലുള്ളാഹിക്കാണ് ഞാൻ മക്കയിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടെ. കാരണം അന്ന് റസൂല ആ പ്രസന്റ് അവസരത്തിൽ റസൂൽ അൽ അമീനാണ്, വിശ്വസ്തനാണ്, അവരുടെ എല്ലാം സ്നേഹനിധിയാണ്. അപ്പോ വറഖത്ത് നൗഫൽ പറയാണ്, നിങ്ങൾ ഈ പറഞ്ഞ ആശയം എന്ന് പറഞ്ഞ തൗഹീദ്, ഇത് പറഞ്ഞവരൊക്കെ ലോകത്ത് നാട് കടത്തപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും ആ അവസ്ഥ വരും. ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും. അപ്പൊ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ ഉണ്ട്. അദ്ദേഹം ഈ ആശയത്തിൽപ്പെട്ട മുൻകാല വേദങ്ങളിൽ നിന്ന് തൗഹീദ് ഉൾക്കൊണ്ട ഒരു വ്യക്തിയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം പ്രവാചകന്റെ നുബുവത്ത് അതിനുശേഷം അല്പ കാലമേ അദ്ദേഹം ജീവിച്ചുള്ളൂ, അദ്ദേഹം മരണപ്പെട്ടുപോയി. എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് പ്രവാചകന് മുമ്പ് അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു എന്നതിന് വ്യത്യസ്ത തെളിവുകൾ ഖുർആനിലും ഹദീസിലൊക്കെ നമുക്ക് പരന്നു കിടക്കുകയാണ്. അവരുടെ വിശ്വാസ ജീർണത സംഭവിച്ചത് അവർക്ക് ഇബാദത്ത് അള്ളാഹ്ക്ക് കൊടുക്കുന്നിടത്താണ്. ദുആകൾ വഴിമാറിപ്പോയി. അതേപോലെ നേർച്ച വഴിപാടുകൾ, സത്യം ചെയ്യലുകൾ, ബരമേൽപ്പിക്കലുകൾ അല്ലല്ലാത്തവരിലേക്ക് പോയി. ഇവിടെയാണ് അവർക്കൊക്കെ പ്രശ്നം പറ്റിയത്. ഈ പ്രശ്നത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രശ്നമാണ് നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം. അത് നമുക്ക് ഈ പേഴ്സണൽ ടോക്കുകളിൽ, നമ്മൾ സംസാരങ്ങളിൽ എന്ത് ചെയ്യണം? അത് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മളെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രായത്തിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ സ്കൂളിൽ പഠിച്ച നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ ഈ ആശയവും തൗഹീദൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അവർക്ക് ഈ സംഗതികളൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അത് കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഈ ആശയത്തെ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ കൂട്ടുകാരനെ 10ാം ക്ലാസ് പഠിച്ച ആൾക്കാരുണ്ടാവും. അപ്പൊ ആ കൂട്ടുകാരനൊരു തൗഹീദ് പ്രഭാഷണമെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കാൻ, ഇതൊന്ന് നിങ്ങൾക്ക് കേൾക്കണം, അല്ലെങ്കിൽ ഒരു ലെറ്റർ തയ്യാറാക്കാൻ,
ഈ രംഗത്ത് ഖുർആൻ പഠിതാക്കൾ എന്ന നിലയിൽ ഖുർആൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നമ്മൾ പഠിക്കുന്നു, അത് ഉൾക്കൊള്ളുന്നു. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വലിയൊരു ബാധ്യതയാണ് ഇത് അറിയാത്ത ആളുകൾക്ക് കൂടി എന്ത് ചെയ്യണം? നമ്മളിത് പകർന്നു കൊടുക്കണം. അത് ഖൗലല്ലയ്യന, മൂസാ നബിനോട് പറഞ്ഞ പോലെ വളരെ നല്ല ശൈലിയിൽ, അവരെ ദേഷ്യം പിടിപ്പിക്കാതെ, അവരോട് വളരെ ചില വെറുപ്പിക്കുന്ന ശൈലികൾ ഉണ്ടാകും, അതൊരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. അവരെ ഫിറൗനോട് പ്രയോഗിക്കേണ്ട ശൈലി പോലും ഖൗലല്ലയ്യന എന്നാണ്. ലയ്യനായ ഖൗൽ, സരളമായി വളരെ സുന്ദരമായി അതിനെ പ്രസന്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രൂപത്തിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത ആളുകൾ സ്വീകരിക്കാനും ആളുകൾ ഉൾക്കൊള്ളാനൊക്കെ എന്തുണ്ട്? ആളുകൾ തയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മളൊക്കെ വിചാരിച്ച പല ആളുകളും, പിന്നെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഞങ്ങളൊക്കെ കൂടെ പഠിച്ച 10ാം ക്ലാസ്സൊക്കെ പഠിച്ച 1-2 സുഹൃത്തുക്കൾ പലയിടങ്ങളിൽ നമുക്ക് നമ്മൾ കാരണമൊന്നുമല്ല, അവരെവിടെ നിന്നൊക്കെയോ അവർക്ക് എന്ത് ചെയ്തു? തൗഹീദ് കിട്ടിയിട്ടുണ്ട്. ഒരാൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, വലിയൊരു പോസ്റ്റിലുള്ള ഒരാളാണ്. നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും അയാൾ ഒരു തൗഹീദിൻ്റെ ആളുകളല്ല. അപ്പോൾ നമ്മുടെ ബാച്ചിനൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ നിന്ന് അയാൾ PM-ൽ വന്നിങ്ങനെ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ തൗഹീദിൻ്റെ ഒരു ആളായി മാറിയിട്ടുണ്ട്. അത് എവിടുന്ന് അല്ലാഹു ആയാലും പുതിയ കാലഘട്ടത്തിൽ ഒട്ടേറെ സംവിധാനങ്ങൾ. അപ്പോൾ നമ്മളൊരു ചെറിയ സ്പാർക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് ഉണ്ടായാലും എന്ത് ചെയ്യും? ഇതങ്ങോട്ട് ഉള്ളിൽ കയറും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ നമ്മൾ നല്ലൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകണം. പക്ഷെ നമ്മൾ ഈ ഭാഗം ഒന്നുകൂടി നമുക്ക് ഓതി നോക്കാം. 3 ആയത്തുകളാണ് നമ്മൾ എടുത്തത്. 21, 20, 21, 22, 23 ആയത്ത്. 3ഉം തൗഹീദുമായി, അല്ലാഹുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആയത്തുകളാണ്. ഒന്നുകൂടി ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم أم اتخذوا آلهة من الأرض هم ينشرون لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون لا يسأل عما يفعل وهم يسألون. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും പഠിക്കുന്ന, കേൾക്കുന്ന, അറിയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പല ആളുകളുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, വിശ്വാസികൾ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയമുള്ള മുസ്ലിം സഹോദരങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സമാധാനവും നിർഭയത്വവും രക്ഷയും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا نسألك الجنة اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.